Good morning, students. നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിലാണ് നിൽക്കുന്നത്, ഇക്വിറ്റി വാല്യുവേഷൻ. ഒരു ഫോമിൻ്റെ ഇക്വിറ്റി വാല്യൂ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണമെന്ന് നമ്മൾ ഓൾറെഡി തിയറിയിൽ കണ്ടു കഴിഞ്ഞതാണ്. സോ നമുക്ക് ഇക്വിറ്റി വാല്യുവേഷൻ ഇട്ട് പോകാം. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞാണ് വാട്ട് ആർ ദി analysis exist ചെയ്യുന്നു to identify the factors affecting the value of the or price of the share equity shares technical analysis and fundamental analysis ഒക്കെ നടത്തിയിട്ടാണ് നമ്മൾ determine ചെയ്യുന്നത് price then okay, what do you mean by equity valuation? In finance, valuation is the process of determining the fair market value of the asset. In a financial valuation, it's the process of determining fair market value of the asset. Asset in the fair market value determining fair market value fair actual market value determine ചെയ്യുന്ന പ്രോസസ്സിനെയാണ് valuation എന്ന് പറയുന്നത്. Equity valuation therefore refers to the process of determining the fair market value of equity securities. Therefore, equity valuation refers to the process of determining fair market value of equity securities. Equity valuation equity shares in fair market value determine ചെയ്യുന്ന process ആണ്. Equity valuation therefore is the backbone of the modern financial system. നമുക്കറിയാം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്താണ്, നമ്മുടെ സെക്യൂരിറ്റീസിനെ നമ്മുടെ മോഡേൺ financial systemത്തിന്റെ backbone തന്നെയാണ് equity valuation എന്ന് പറയുന്നത്. It enable companies with a sound business model to command a premium in the market. കമ്പനീസിനൊക്കെ വളരെ beneficial ആണ് to know about what are the positions existing in the market So equity valuation എന്ന് പറയുന്നത് it's a process of determining the fair market value of equity securities. നമ്മൾ ഇക്വിറ്റി വാല്യുവേഷൻ ആണ് പറയുന്നത്. എന്താണ് ഇക്വിറ്റി വാല്യുവേഷൻ എന്ന് കണ്ട് ഈ മെത്തേഡ്സ് ഓഫ് ഇക്വിറ്റി വാല്യുവേഷൻ, വാട്ട് ആർ ദി മെത്തേഡ്സ് യൂസ്ഡ് ഫോർ ഇക്വിറ്റി വാല്യുവേഷൻ. നമ്മൾ വേരിയസ് പല മെത്തേഡുകൾ ഉപയോഗിക്കാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കമ്പയറബിൾ അനാലിസിസ്. കോംസ് എന്ന് പറയും കമ്പയറബിൾ അനാലിസിസ്, കമ്പയർ ചെയ്യുന്നു. കമ്പയറബിൾ അനാലിസിസ് ഈസ് ഓൾസോ ട്രേഡിംഗ് multiples or a peer group analysis or a equity combos or public market multiples ഇങ്ങനെ പല പേരിൽ പറയാറുണ്ട്. ആക്ച്വലി നമുക്ക് അറിയേണ്ടത് നമ്മുടെ കമ്പനീൻ്റെ വാല്യൂ എത്രത്തോളം ഉണ്ടല്ലേ എക്വിറ്റി ഷെയർസിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് കമ്പയർ ചെയ്യുന്നു. അനാലിസിസ് മറ്റുള്ള കമ്പനിയായിട്ട് നമ്മുടെ വാല്യൂവിനെ കമ്പയർ ചെയ്യുന്നു. അതാണ് കമ്പയറബിൾ അനാലിസിസ് എന്ന് പറയുന്നത്. Under this, it is a relative valuation method in which you compare the current value of business to other similar businesses. നമ്മൾ സിമിലർ ടൈപ്പ് ഓഫ് ബിസിനസ് ഉള്ള കമ്പനീസുമായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ബിസിനസ്സിൻ്റെ വാല്യൂവിനെ കമ്പയർ ചെയ്യുന്നു. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനീൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നു, സിമിലർ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിയിലുള്ള അതുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം എത്രത്തോളം ഡിഫറൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ സ്റ്റീൽ ഇൻഡസ്ട്രിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ടാറ്റയ്ക്ക് ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന സ്റ്റീൽ ഇൻഡസ്ട്രീസ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനീൻ്റെ ഷെയറിൻ്റെ വാല്യൂ ടാറ്റയുടെ ഷെയർ ആയിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റീൽ ഇൻഡസ്ട്രിയിലുള്ള കമ്പനീസിൻ്റെ ഷെയറുമായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാർ പ്ലസ് അങ്ങനെയുള്ള കമ്പനീസിൻ്റെയൊക്കെ ഷെയറുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. ഓർ അതർ റേഷ്യോസ് അല്ലെങ്കിൽ നമുക്ക് സിമിലർ ബൈ ലുക്കിംഗ് അറ്റ് എങ്ങനെ നമുക്ക് ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏണിംഗ് പെർ ഷെയർ EBIT ഓർ അതർ റേഷ്യോസ്. നമ്മൾ റേഷ്യോസ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു കമ്പയറിംഗ് പ്രോസസ്സ് ചെയ്യുന്നത്. നമുക്ക് പല ടൈപ്പ് ഏണിംഗ് പെർ ഷെയർ വെച്ചിട്ട് അല്ലെങ്കിൽ EBIT ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം.
ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന EBITDA ആണ് ദി മോസ്റ്റ് കോമൺ വാല്യുവേഷൻ മെത്തേഡ്. അതിൻ്റെ നമുക്ക് ഏത് റേഷ്യോ മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾ സെമ്മില് BCom പഠിച്ചതാണ് റേഷ്യോസ്. ആ ഒരു സമയത്ത് നിങ്ങൾ റേഷ്യോസ് പല ടൈപ്പ് ഓഫ് ഏണിംഗ് പെർ ഷെയർ, EBIT അല്ലെ, ഏണിംഗ് ബിഫോർ ടാക്സ്, അതൊക്കെ പഠിച്ചതാണ്. ആഫ്റ്റർ ടാക്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യും റേഷ്യോ. അങ്ങനെ നമ്മുടെ കമ്പനീൻ്റെ റേഷ്യോയും അതർ കമ്പനീസിൻ്റെ റേഷ്യോയും വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. അതാണ് കമ്പയറബിൾ അനാലിസിസ് എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മൾ കമ്പനീൻ്റെ ഷെയർ വാല്യൂസിനെ അനലൈസ് ചെയ്യും. ദെൻ Precedent transaction analysis is another form of relative valuation where you are compare the company in question to other business that have recently been sold or acquired in the same industry. അതായത് ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രെസിഡിയന്റ് ട്രാൻസാക്ഷൻ, ഇതിന് മുമ്പ് തൊട്ട് നടന്നിട്ടുള്ള ട്രാൻസാക്ഷനെ വെച്ചിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. അതായത് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് സോൾഡ്, വിൽക്കുകയോ അക്വയർ ചെയ്യുകയോ ചെയ്യുന്ന ഒരു ട്രാൻസാക്ഷനെ വെച്ചിട്ട്. അതായത് നിങ്ങളിപ്പം കോർപ്പറേറ്റ് അക്കൗണ്ടിൽ അക്വിസിഷനൊക്കെ പഠിച്ചിരുന്നു. അക്വയർ ചെയ്യുമ്പോൾ നമുക്കറിയാം കമ്പനീൻ്റെ ഷെയർ വാല്യൂ എത്രയുണ്ട്, അല്ലെങ്കിൽ പ്രീമിയം എത്ര കൊടുത്തിട്ടാണ് നമ്മൾ ആ കമ്പനീനെ അക്വയർ ചെയ്തതെന്ന് നമുക്ക്. അപ്പോൾ നമ്മളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങളിപ്പോൾ സ്റ്റാർ പ്ലസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന് വെച്ചാൽ സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ, ഇനി സ്റ്റാർ പ്ലസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ടാറ്റ സ്റ്റീലുമായിട്ടാണ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നതെങ്കിൽ, സപ്പോസ് ഒരു അക്വിസിഷൻ നടന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക ടാറ്റ സ്റ്റീലിൽ. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ പ്രീമിയം എമൗണ്ട് കൊടുത്തിട്ടാണ് ടാറ്റ സ്റ്റീലിന് അക്വയർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനീനെ അല്ലെങ്കിൽ സോൾഡ് ചെയ്തിട്ടുള്ളത്. ടാറ്റ സ്റ്റീലിലൊന്നും അക്വയർ നടന്നിട്ടില്ല കേട്ടോ. ടാറ്റ സ്റ്റീലിലൊക്കെ ഇപ്പോൾ സപ്പോസ് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര രൂപ പ്രീമിയം കൊടുത്തിട്ടാണ് ഇപ്പോൾ ടാറ്റ സ്റ്റീലിനെ അക്വയർ ചെയ്തത്. അപ്പോൾ ആ പ്രീമിയം എമൗണ്ട് നമുക്കറിയാം എത്രത്തോളം വാല്യൂ ഉണ്ട് അല്ലേ. നമ്മുടെ കമ്പനീൻ്റെ വാല്യൂ, ഇക്വിറ്റീൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, പ്രീമിയം നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ടായിരിക്കും. ആ ലെവലിൽ നമ്മൾ തൊട്ട് മുമ്പ് നടന്ന ട്രാൻസാക്ഷൻ, വിൽക്കലോ അക്വിസിഷനോ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷനിൽ നിന്ന് നമുക്കറിയാം എന്താണ്, ദിസ് ട്രാൻസാക്ഷൻ വാല്യൂ ഇൻക്ലൂഡ് ടേക്ക് ഓവർ പ്രീമിയം included in the price for they are acquired. Take over premium അതിലുണ്ടായിരിക്കും അല്ലേ, നമുക്കറിയാം. അപ്പോൾ അറിയാം ഷെയറിൻ്റെ വാല്യൂ എത്രത്തോളം ഉണ്ട്. ആ ഒരു ലെവലിൽ കമ്പയർ ചെയ്യുന്നതാണ് പ്രെസിഡിയന്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം കമ്പയറബിൾ അനാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ കമ്പനീൻ്റെ ഷെയർ വാല്യൂ കമ്പയർ ചെയ്യുന്ന പ്രെസിഡിയന്റ് ട്രാൻസാക്ഷനെയാണ് നമ്മൾ അക്വിസിഷൻ അല്ലെ സോൾഡ് എന്നുള്ള ട്രാൻസാക്ഷനെ വെച്ചിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ മൂന്നാമത്തെ മെത്തേഡാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ. അപ്പോൾ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ എന്താണെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് FM-ൽ നിങ്ങൾ പഠിച്ചതാണ്. സോ ഞാൻ ഇവിടെ ജസ്റ്റ് എന്ന് പറയാം. ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ഇസ് ദി നെറ്റ് പ്രസന്റ് വാല്യൂ അല്ലെ, NPV ഓഫ് ക്യാഷ് ഫ്ലോ പ്രൊജക്റ്റഡ് ബൈ ദി കമ്പനി. ആൻഡ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ഈസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ that value of business or asset is intrinsically based on the capacity to generate the cash flow. ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാല്യൂ, ബിസിനസ്സിൻ്റെ വാല്യൂവിനെ ഇവാളുവേറ്റ് ചെയ്യുന്നത്. ഹെൻസ് DCF relies more on the fundamental expectation of business than on public market or historical models. ഇപ്പം നമ്മൾ പറഞ്ഞ രണ്ട് മാർക്കറ്റിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ട്രാൻസാക്ഷനെ വെച്ചിട്ടോ ചെയ്യുന്നതിലേറെ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് DCF എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മോർ തിയറട്ടിക്കൽ അപ്രോച്ച് that relies on various assumptions. A DCF analysis helps in yield the overall value of a business, including both debt and equity. അല്ലേ, ഇവിടെ നമ്മൾ ബോത്ത് ഡെപ്റ്റും ഇക്വിറ്റിയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്. While calculating the present value PV of expected future cash flow is calculated. അല്ലേ, the advantage of this the estimation of a future cash flow. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോയിനെ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് പ്രസന്റ് വാല്യൂ ഫാക്ടർ വെച്ചിട്ട് ചെയ്യുന്നു. അപ്പോൾ അണ്ടർ ദിസ് മെത്തേഡ് വേരിയസ് മെത്തേഡുകൾ അവൈലബിൾ ആണ്. അതായത് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡിൽ വേരിയസ് മെത്തേഡുകൾ അവൈലബിൾ ആണ്.
അതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അല്ലെ ഫസ്റ്റ് വന്നാണ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ. നമ്മൾ ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡലാണ് നമ്മൾ പറയുന്നത്. ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡലിനെ വീണ്ടും അഗെയിൻ ക്ലാസിഫൈ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ പറയുന്നത് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡലാണ് പറയുന്നത്. ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡിൽ വരുന്നതാണ് ഡിവിഡൻഡ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോകാം. There is a various type of methods or models used for determining the fair value of securities in the market. That's one. First one is a dividend discount model. But dividend discount model എന്ന് പറയുന്നത് നമ്മുടെ ഇക്വിറ്റിന്റെ fair value determine ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. It's a quantity DDM is a quantitative method of valuing a company's stock price based on the assumption that the current fair price of the stock equal to sum of all the company's future dividend discounted back to their present value. അതായത് ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. യുനോ സ്റ്റോക്ക് പ്രൈസ് ബേസ്ഡ് ഓൺ ദി അസംപ്ഷൻ. അണ്ടർ ദിസ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് വാല്യൂയിങ് എ കമ്പനി സ്റ്റോക്ക് പ്രൈസ് ബേസ്ഡ് ഓൺ ദി അസംപ്ഷൻ ദാറ്റ് ദി കറന്റ് ഫെയർ പ്രൈസ് ഓഫ് എ സ്റ്റോക്ക്. നമ്മുടെ കറന്റ് പ്രൈസ് ഓഫ് ദി സ്റ്റോക്ക് എന്ന് പറയുന്നത് ഫെയർ പ്രൈസ് ഓഫ് ദി സ്റ്റോക്ക് വിച്ച് ഈസ് ഈക്വൽ ടു ദി ഓൾ ദി സം ഓഫ് ഓൾ ദി ഡിവിഡൻഡ്. കമ്പനീൻ്റെ ഫ്യൂച്ചറിൽ കിട്ടുന്ന എല്ലാ ഡിവിഡൻറ്റിൻ്റെയും ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള ബാക്ക് ടു ദെയർ പ്രസൻറ്റ് വാല്യൂ. അല്ലേ, നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടുന്ന എല്ലാ ഡിസ്കൗണ്ടിൻ്റെയും കൂടെ നമ്മൾ പ്രസൻറ്റ് വാല്യൂ എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്തായിരിക്കും? ഈക്വൽ ടു ദി കറണ്ട് ഫെയർ പ്രൈസ് ഓഫ് ദി സ്റ്റോക്കിൻ്റെ കറണ്ട് ഫെയർ പ്രൈസിന് ഈക്വൽ ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്കൗണ്ട് ഡിവിഡൻഡ് മോഡലിൻ്റെ അസംഷൻ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ്. അതായത് നിങ്ങൾ NPV ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് എവിടെയാണോ 0 പോയിട്ട് വരുന്നതെന്നാണ് 0 ആകുന്നത്, അല്ലേ, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റും ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോയും ഈക്വൽ ആയി തീരുന്ന ആ ഒരു പൊസിഷനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഹിയർ നമ്മൾ പറയുന്നത് സെയിം തിങ് തന്നെയാണ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡലിൽ. ഓക്കെ, ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ. Dividend discount model can be further classified in the following. Dividend discount model നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ മോഡൽ, ഡിവിഡൻഡ് ഗ്രോത്ത് മോഡൽ ആൻഡ് മൾട്ടിപ്ലയർ അപ്രോച്ച്. ആൻഡ് മൾട്ടിപ്ലയർ അപ്രോച്ച് എന്നിങ്ങനെ മൂന്നായിട്ട് വീണ്ടും നമ്മൾ ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡലിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ മോഡൽ. ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ മോഡൽ is a specialized case of equity value where the value of equity is the present value of expected future dividend. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ present value എന്ന് പറയുന്നത് ഇക്വിറ്റിൻ്റെ വാല്യൂ ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് is the present value of expected future cash flow. The major revenue that income come from the holding of share are the annual dividend and this sales procedure of ഷെയർ അറ്റ് എൻഡ് ഓഫ് ദി ഹോൾഡിംഗ് പീരീഡ്. നമുക്കറിയാം നമ്മുടെ മേജർ ഇൻകം എന്ന് പറയുന്നത് അല്ലെ റവന്യൂ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഹോൾഡ് ചെയ്യുന്ന അത്ര. ഇപ്പം നമ്മൾ 5 വർഷത്തിന് ഹോൾഡ് ചെയ്യുന്ന 5 വർഷം കിട്ടുന്ന ഡിവിഡൻഡ് പ്ലസ് ലാസ്റ്റ് നമുക്ക് വിൽക്കുമ്പോൾ കിട്ടുന്ന ക്യാഷ്, അത് രണ്ടും കൂടെ ചേരുന്നതാണ് നമ്മുടെ റവന്യൂ എന്ന്. റവന്യൂ എന്ന് പറയുന്നത് ആനുവൽ ഡിവിഡൻഡും സെയിൽസ് പ്രൊസീജിയറും കൂടെ ആഡ് ചെയ്യുന്നത്. ദി കോമൺ പ്രാക്ടീസ് എമംഗ് business firm in India is paid dividend annually. These two incomes are to be discounted to find their present value using discount rate. That is the rate of return required by the investor. ഇത് രണ്ടിൻ്റെ present value calculate ചെയ്യുന്നതാണ് നമ്മുടെ rate of return എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ഡിവിഡൻഡ് ഡിസ്കൗണ്ടഡ് മോഡൽ എന്ന് പറയുന്നത്. Then dividend discount model is നമ്മൾ അതിൻ്റെ ക്യാപിറ്റൽ മോഡലാണ് കണ്ടത്. അതിന് ഈസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ സിംഗിൾ പീരിയഡ് വാലുവേഷൻ മോഡൽ. ഇതിനെ നമ്മൾ ക്യാപിറ്റൽ ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡലിനെ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ സിംഗിൾ പീരിയഡ് വാലുവേഷൻ മോഡൽ.
single period valuation. Under this valuation model, it is assumed that an investor purchases a share and keep it with him for 1 year. And after that it's sold. അതായത് ഇവിടുത്തെ അസംഷൻ, ഈ മോഡലിന്റെ അസംഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയർ പർച്ചേസ് ചെയ്യുന്നത് 1 വർഷത്തിന് വേണ്ടിയിട്ടാണ്. ആഫ്റ്റർ 1 ഇയർ നമ്മൾ എന്ത് ചെയ്യും, ഈ ഷെയർ വിൽക്കുന്നുണ്ടായിരിക്കും. ഹിയർ ദി ഹോൾഡിംഗ് പീരീഡ് ഓഫ് ഷെയർ ഇസ് എ സിംഗിൾ ഇയർ. ഇൻ ദിസ് കേസ് ഇൻവെസ്റ്റർ വുഡ് ബി എക്സ്പെക്ടഡ് ടു റിസീവ് ഡിവിഡൻഡ് ആസ് വെൽ ആസ് സെല്ലിംഗ് പ്രൈസ് ആഫ്റ്റർ 1 ഇയർ. 1 വർഷത്തിന് ശേഷം നമുക്ക് ആ കഴിഞ്ഞ പോയ വർഷത്തെ ഡിവിഡൻഡും കിട്ടും, നമുക്ക് സെല്ലിംഗ് പ്രൈസും കിട്ടും. ദി വാല്യൂ ഓഫ് സ്റ്റോക്ക് വി ഹാവ് ടു ഫസ്റ്റ് ഫൈൻഡ് ദി present discounted by expected cash flow. Expected cash flow include both the amount of dividend for the year and estimated selling price after 1 year. Here intrinsic value is calculated. ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഡിവിഡൻഡ് കമ്പനീന്റെ ഷെയർ വാല്യൂ ചെയ്യുന്നത്. For this purpose we are using this formula. ഈ ഒരു ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Here P0 is equal to the current price of the stock എന്ന് പറയുന്നത് D1 divided by 1 plus K plus P1 plus 1 plus K. നിങ്ങൾക്ക് അറിയാവുന്നതാണ് P0 is the current price of stock. D1 എന്ന് പറയുന്നത് എന്താണ്, ഡിവിഡൻഡ് പെയ്ഡ് അറ്റ് എൻഡ് ഓഫ് ദി 1 ഇയർ. 1 വർഷം നമുക്കുള്ളൂ, അപ്പോൾ ആ 1 വർഷത്തിന് ശേഷം കിട്ടുന്ന ഡിവിഡൻഡ്. K എന്നത് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്, എത്രയാണ് ആ റിട്ടേൺ റേറ്റ്. ദെൻ P1 എന്ന് പറയുന്നത് നമുക്ക് എൻഡിൽ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന, 1 വർഷം കഴിയുമ്പോൾ ഇവിടുത്തെ അസംഷൻ എന്താണ്, നമ്മൾ വിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ വിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ക്യാഷ് ആണ് എന്ന് പറയുന്നത് P1 എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുക. An investor would like to get a dividend of 16 paise from a share and when to sell it year for ₹60 after keeping it 1 year. The required rate of return is 12%. What will be the present value of a share? ഷെയറിന്റെ present value ആണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് വളരെ സിമ്പിൾ കൊടുത്തിട്ട് ചെയ്യാം. ഹിയർ K is equal to 12%. D1 എന്ന് പറയുന്നത് 16 ആണ് അല്ലെ, ഡിവിഡൻഡ് വരുന്നത് 16 ആണ്. P1 is 60 ആവും, ₹60 ആവും അല്ലെ, P0 എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ P1 എങ്ങനെ കൊടുക്കാം, നമുക്ക് ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. D1 എന്ന് പറഞ്ഞാൽ 0.16 ആണ് വരുന്നത്. നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിലോട്ട് തന്നെ നോക്കുക. ഡിവിഡൻഡ് ഓഫ് get a dividend of 16 പൈസ. ഡിവിഡൻഡ് കിട്ടുന്നത് എത്രയാണ്, 16 പൈസയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ D1 എന്ന് പറയുന്ന 16 പൈസ എന്ന് പറയുന്നത് 0.16 ആണ്. വാണ്ട് ടു സെൽ ഇറ്റ് നെക്സ്റ്റ് ഇയർ റുപ്പീസ്. അടുത്ത വർഷം നമ്മൾ എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത്, 60 രൂപയ്ക്ക്. സോ P1 എന്ന് പറയുന്നത് 60 ആയിരിക്കും. ദെൻ K ഈസ് ഈക്വൽ ടു റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 12% ആവുന്നു. സോ 1 plus K is equal to, ഇത് അപ്ലൈ ചെയ്യുന്നത് അങ്ങനെയാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ, ഓൾറെഡി FM പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 0.16 പ്ലസ് അതാണ് നമ്മുടെ D1 എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ 1.112 അല്ലെ, 1.112 പ്ലസ് 60 divided by 1.12. നമുക്ക് ചെയ്യുമ്പോൾ 53.71. If the stock will selling for a 53.71 or less, it would better to purchase. It is based on the analysis. അതായത് 53 രൂപയാണ് ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത്. അതായത് ഫ്യൂച്ചറിൽ കിട്ടുന്നത് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 53 രൂപയ്ക്ക് അതിൽ കുറച്ചിട്ടാണ് നമുക്ക് കിട്ടുക. അതായത് നമുക്ക് ഫ്യൂച്ചറിൽ എത്രയാണ് മാക്സിമം 1 വർഷത്തിന് ശേഷം നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 53 രൂപ 71 പൈസയാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ പ്രൈസ് വില കൊടുത്തിട്ട് നമ്മളിത് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് എന്താണ്, നഷ്ടം ആയിരിക്കും. നമുക്ക് മാക്സിമം ഫ്യൂച്ചറിൽ എത്രയേ കിട്ടുള്ളൂ, പ്രസന്റ് വാല്യൂ ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 53 രൂപ 71 പൈസയെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ വാങ്ങുമ്പോൾ 53 രൂപ 71 പൈസയ്ക്കോ അതിൽ കുറച്ചിട്ടോ വാങ്ങിയാൽ നമുക്ക് ലാഭമായിരിക്കും, അല്ലെങ്കിൽ നഷ്ടം ആയിരിക്കും. അതാണ് വാല്യൂ ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ നമ്മുടെ ഇപ്പൊ നമ്മൾ സിംഗിൾ വാല്യുവേഷൻ മോഡലാണ് കണ്ടു കഴിഞ്ഞത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ അതിൻ്റെ അടുത്ത് ഒരു പ്രോബ്ലം ഉണ്ട് സെയിം ടൈപ്പ് തന്നെ, അതൊന്ന് ചെയ്ത് നോക്കുക. ദെൻ സെക്കൻഡ് വൺ ആണ് മൾട്ടി പീരിയഡ് വാല്യുവേഷൻ മോഡൽ എന്ന് പറയുന്നത്. അതായത് സിംഗിൾ പീരിയഡ് വാല്യുവേഷൻ മോഡൽ നമ്മൾ കണ്ടു, ദർ ഈസ് എ 1 ഇയർ മാത്രമാണ് ഹോൾഡ് ചെയ്യുന്നത്. നമ്മൾ ഒരു വർഷം മാത്രം ഹോൾഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, സെയിൽ ചെയ്യുന്നു. അപ്പൊ ആ ഒരു വർഷത്തെ ഡിവിഡൻറ്റും അതോടൊപ്പം ആ വർഷം എൻഡിൽ നമുക്ക് വിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്രൈസും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇക്വിറ്റിന്റെ ഷെയർ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. പക്ഷെ മൾട്ടിപ്പിൾ പീരീഡിൽ എന്ന് പറഞ്ഞാൽ n നമ്പർ ഓഫ് ഇയേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഈ ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ എത്ര വർഷത്തേനാണോ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് അത്രയും വർഷത്തെ നമുക്ക് റിട്ടേൺ ഡിവിഡൻഡ് പ്ലസ് ഏത് ഇയറിലാണോ നമ്മളത് മെച്യൂർ ആകുന്നത്, അല്ലെങ്കിൽ നമ്മളത് നമുക്ക് റീപേ ചെയ്ത് കിട്ടുന്ന ആ വർഷം അതിന്റെ സെല്ലിംഗ് പ്രൈസും കൂടെ ചേർന്നതായിരിക്കും മൾട്ടിപ്പിൾ വാല്യുവേഷൻ പീരീഡിൽ നമ്മൾ ചെയ്യുന്നത്. മൾട്ടി പീരീഡ് ഇറ്റ്സ് വൺ പീരീഡ് മോഡൽ ക്യാൻ ബി എക്സ്പെക്ടഡ് ടു എനി നമ്പർ ഓഫ് പീരീഡ്. ഇക്വിറ്റി ഷെയർസ് ഹാവ് നോ മച്യൂരിറ്റി പീരീഡ് ആൻഡ് ഹെൻസ് ദേ മേ ബി എക്സ്പെക്ടഡ് ടു ബ്രിങ് ഡിവിഡൻഡ് ഫോർ എ ഇൻഫൈനൈറ്റ് പീരീഡ്. നമുക്കറിയാം ഇക്വിറ്റി ഷെയറിന് മെച്യൂരിറ്റി പീരീഡ് നോർമലി ഉണ്ടാവാറില്ല. അപ്പോൾ ഇൻഫിനിറ്റി പീരീഡ് n നമ്പർ ഓഫ് ഇയേഴ്സിലോട്ട് നമുക്ക് അതിന്റെ റിട്ടേൺ. മോറോവർ ആൻ ഇൻവെസ്റ്റർ വുഡ് ലൈക്ക് ടു ഹോൾഡ് equity share for number of years and sell it only after future period of time. In this instant, he would receive annual dividend throughout the period of his holding and selling price of at the time of disposal. അപ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസും ത്രൂ ഔട്ട് എത്ര വർഷത്തേനാണോ ഹോൾഡ് ചെയ്യുന്ന അത്രയും വർഷത്തെ ഡിവിഡൻറ്റും കിട്ടുന്നുണ്ടായിരിക്കും. ഡിവിഡൻഡ് ത്രൂ ഔട്ട് ദി ഹോൾഡിംഗ് പീരീഡും plus selling price, and that's it. In this case the present value of share can be calculated as follows. താഴെ പറയുന്ന രീതിയിലായിരിക്കും നമ്മുടെ present value കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതിന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് തൊട്ട് മുമ്പിലത്തെ പേജിലുണ്ട്. എങ്ങനെയാണ് അതിന്റെ ഒരു കോമൺ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. B0 ഈസ് ഈക്വൽ ടു സിഗ്മ ഡി എന്ന് പറയുന്നത് എത്ര വർഷത്തേനാണ്, D1 പ്ലസ് D2 പ്ലസ് D3. അതാണ് നിങ്ങളുടെ ആ ടെക്സ്റ്റിൽ ആ പേജിൽ അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ടുള്ളതുണ്ട്. ഡിവൈഡഡ് ബൈ 1 പ്ലസ് കെ റൈസ് ടു n എത്ര വർഷത്തേനാണോ പ്ലസ് PN ഡിവൈഡ് P എന്ന് പറഞ്ഞാൽ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് 1 പ്ലസ് കെ റൈസ് ടു n. P0 എന്ന് പറയുന്നത് ഇസ് ദി കറന്റ് പ്രൈസ് ഓഫ് ദി സ്റ്റോക്ക്. D1 D2 D3 അപ് ടു DN ആണ് ദി ആനുവൽ ഡിവിഡൻഡ്. DN എന്ന് പറയുന്നത് received each year. K is the required return. Then PN എന്ന് പറയുന്നത് selling price at end of the holding period in years. എത്ര വർഷത്തേനാണ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. നമുക്ക് നമ്മൾ നോക്കാം. An investor expected to get a dividend of rupees 3 and 5 from a share during the next 3 years and hope to sell it at rupees 80 at end of the third year. 3 വർഷത്തിന് ശേഷമാണ് അയാൾ 80 രൂപയ്ക്ക് വിൽക്കുന്നത്. ഡിവിഡൻഡിന് ഫസ്റ്റ് ഇയറിൽ 3, സെക്കൻഡ് ഇയറിൽ 4, അഞ്ചാമത്തെ ഇയർ മൂന്നാമത്തെ ഇയറിൽ 5 വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഡിവിഡൻഡ് കിട്ടുന്നുണ്ട് നമ്മുടെ ഷെയറിന്. ദി റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ 20%. What will be the present value of share to the investor? ഏതാണ് present value എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ P0 is equal to sigma into DN divided by 1 plus K raised to N plus PN divided by 1 plus K raised to N ആണ് വരുന്നത്. അപ്പോൾ here P0 എന്ന് പറഞ്ഞാൽ 3 divided by ഫസ്റ്റ് ഇയറിലെ D1, ഇത് D2, ഇത് D3. ഫസ്റ്റ് ഇയറില്, സെക്കൻഡ് ഇയറില്, തേർഡ് ഇയറില് ഏത് വർഷത്തിന് ശേഷമാണ് നമ്മൾ വിൽക്കുന്നത്, 3 വർഷത്തിന് ശേഷമാണ് വിൽക്കുന്നത്. സോ 3n എന്ന് പറയുന്നത് 3 ആയിരിക്കും. ദെൻ PN എന്ന് പറയുന്നത് 80 ഡിവൈഡഡ് ബൈ 1.20 raised to 3. ദെൻ നമുക്ക് ചെയ്യുമ്പോൾ 54.47 എന്നാണ് ആൻസർ കിട്ടുന്നത്. നമ്മളിപ്പം 54.47നോ അതിൽ താഴെയാണ് ഈ ഷെയർ വാങ്ങുന്നതെങ്കിൽ പ്രോഫിറ്റബിൾ ആയിരിക്കും, അല്ലെങ്കിൽ നഷ്ടമായിരിക്കും. കാരണം നമുക്ക് 3 വർഷത്തിന് ശേഷം 3 വർഷം ഹോൾഡ് ചെയ്തിട്ട് നിങ്ങൾ വിറ്റാൽ പോലും നിങ്ങൾക്ക് എത്ര കിട്ടുക, 54.47 രൂപ മാത്രമേ കിട്ടുള്ളൂ. അപ്പം നമ്മൾ ഈ ഒരു പ്രൈസാണ് ആക്ച്വൽ പ്രൈസ്, പ്രസന്റ് പ്രൈസിൽ വാങ്ങാം, അല്ലെങ്കിൽ ഇതിന് താഴേക്കാണെങ്കിലും വാങ്ങാം, അല്ലെങ്കിൽ നമുക്ക് നഷ്ടത്തിലോട്ട് പോകുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇതിന് ശേഷം നിങ്ങളുടെ ടെക്സ്റ്റിൽ 2 പ്രോബ്ലോടെ ഇലസ്ട്രേഷൻ കൊടുക്കുന്നുണ്ട്, അതോടെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഓക്കെ.